ജയൻ സൽത്ത ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ജുനൈദ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് നാച്ചുറൽ വെൽനസ് എക്സ്പേർട്ട് അല്ലെങ്കിൽ നാച്ചുറൽ രീതിയിൽ ചികിത്സിക്കുന്ന ആളുകളാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആളുകൾക്ക് പലതരത്തിലുള്ള അഡ്വൈസുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് കഴിച്ചോളും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് അസുഖം വരാതിരിക്കാൻ വേണ്ടി, അസുഖം മാറ്റാൻ വേണ്ടി ഇന്ന വൈറ്റമിൻസ് മിനറൽസ് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഒരുപാട് തരത്തിൽ പല റോങ് ക്ലെയിമുകൾ, റോങ് ആയിട്ടുള്ള അഡ്വൈസുകൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആസ് എ നാച്ചുറോപ്പതിയാണ് യോഗ ഡോക്ടർ. 5.5 വർഷം നാച്ചുറോപ്പതിയും യോഗയും പഠിച്ചിട്ട് അനാട്ടമി, ഫിസിയോളജി, അതായത് ശരീരഘടനകളും എങ്ങനെ ശരീരത്തിൽ നോർമൽ ഫങ്ഷനുകൾ നടക്കുന്നത് എന്നും അസുഖങ്ങൾ വരുന്ന സമയത്ത് ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ പഠിച്ച് കൃത്യമായി നാച്ചുറോപ്പതി യോഗ തെറാപ്പികൾ എവിഡൻസ് ബേസ്ഡായി എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം ചികിത്സയിൽ എന്ന് പഠിച്ചു വരുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് എന്നെ നെട്ടിച്ച ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഹിഡനായി കിടക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ വഴി ആളുകൾ ഇന്ന് നാച്ചുറോപ്പതി ഡോക്ടറാണ് എന്നും അല്ലെങ്കിൽ ഞാൻ നാച്ചുറൽ വെൽനസ് എക്സ്പേർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് റോങ് അഡ്വൈസുകൾ കൊടുക്കുക, റോങ് ചികിത്സകൾ കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് റോങ് ആയിട്ട് കുറേ ഇൻഫർമേഷൻസുകളും പാസ്സായി പോകുന്നുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെയുള്ള ഉദ്ദേശം കേട്ടോ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്ന അത്തരം ആൾക്കാർ കൊടുക്കുന്ന റോങ് ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില തരത്തിലുള്ള ന്യൂട്രിയൻസ് സപ്ലിമെൻ്റായി എടുത്തുകൊണ്ട് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റാമെന്നോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്തിട്ട് അസുഖങ്ങളൊക്കെ വരാത്ത രീതിയിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നമുക്ക് ചുറ്റുണ്ടാക്കാം എന്നൊക്കെ രീതിയിൽ ആളുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. നാച്ചുറൽ വെൽനസ്സിലൂടെ, നാച്ചുറലായ ലിവിങ് മെത്തേഡുകളിലൂടെ, പ്രോപ്പറായ ഡയറ്ററി ഹാബിറ്റിലൂടെ നമുക്ക് തീർച്ചയായും ഇമ്മ്യൂണിറ്റിയെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, എന്തെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇമ്മ്യൂണിറ്റി എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള പല തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഈ കോശങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയ, വൈറസ്, മറ്റു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തെയും ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ടോക്സിൻസ് ആയിട്ടുള്ളതും പിന്നെ തിരിച്ചറിയപ്പെടാത്ത പല കോശങ്ങൾ, ക്യാൻസർ കോശങ്ങളൊക്കെ എതിരെ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പർട്ടിക്കുലർ കോശങ്ങളുടെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം കൃത്യമായി നോർമലായ രീതിയിൽ, ഒപ്റ്റിമൈസ്ഡ് ആയ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായും പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് പിടിപ്പെടുന്നത് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയാൽ തന്നെ അതിനെതിരെ കൃത്യമായ രീതിയിൽ ശരീരത്തിൻ്റെ ഈ കോശങ്ങൾ പ്രവർത്തിച്ച് അതിൽ നിന്ന് മോചനം തേടുന്നതിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാം, അതുവഴി ക്യാഷ് ഉണ്ടാക്കാനൊക്കെ നോക്കുന്നതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, വൈറ്റമിൻ സി അല്ലെങ്കിൽ സിങ്ക് പോലുള്ള ഈ ന്യൂട്രിയൻസുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാം, അസുഖം വരാതെ നോക്കാം, ഈ ജലദോഷം വരില്ല, പനി വരില്ല, COVID-19 വരില്ല എന്നുള്ള രീതിയിലുള്ള ക്ലെയിമുകളൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വൈറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷേ ആവശ്യത്തിൻ്റെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അത് കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്യാനേ സഹായിക്കുള്ളൂ, അത് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കില്ല. ബൂസ്റ്റിംഗ് എന്ന ടേമിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഓവറായി ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ഷീൽഡായി നിലനിർത്തിക്കൊണ്ട് അത് പ്രൊട്ടക്റ്റ് ഒന്നും ചെയ്യില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്? ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും അതിന് കൃത്യമായി ഇത്തരം കോശങ്ങൾ ആ ഏരിയയിൽ ആക്ട് ചെയ്യാനും അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷനെ ഏർലി ആയിട്ട് തന്നെ മോചിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെയാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. അതുപോലെ എക്സ്ട്രീം എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അസുഖം മാറ്റാമെന്നുള്ള തെറ്റിദ്ധാരണകൾ. എക്സസൈസും മോഡറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ്ട്രീമായി ചെയ്ത് കഴിഞ്ഞാൽ
അതും നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യുന്ന കാര്യമല്ല. എന്ത് കാര്യവും കൂടിക്കഴിഞ്ഞാൽ അത് വൈറ്റമിൻസ് ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, സൂപ്പർ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതരത്തിലുള്ള എക്സ്ട്രാ ആയിട്ട് ജിഞ്ചർ, ഗാർലിക്കൊക്കെ എക്സ്ട്രാ ആയി എടുത്തത് കൊണ്ടൊന്നും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇമ്മ്യൂണിറ്റി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈവൻ നിങ്ങൾക്ക് കോവിഡ്-19 സമയത്താണെങ്കിൽ പോലും ഒരുപാട് പഠനങ്ങൾ പറയുന്നത് വാക്സിൻ എഫിക്കസി, അതിൽ വാക്സിന് ശരീരത്തിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂട്ടാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൃത്യമായി സപ്പോർട്ട് കൊടുക്കണം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട്, അതായത് കൃത്യമായ അളവിൽ ഉറങ്ങി മോഡറേറ്റ് എക്സസൈസ് ചെയ്തിട്ട് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഒപ്റ്റിമൈസ് ചെയ്യാനും അത് മുഖേന നമ്മുടെ വാക്സിൻ്റെ എഫിക്കസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് വാക്സിൻ ശരീരത്തിൽ ഗുണപരമായ രീതിയിൽ ശരീരത്തിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നാച്ചുറലായ രീതിയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ നമുക്ക് വാക്സിൻ ഉണ്ടല്ലോ അതിന് തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതി വളരെയധികം തെറ്റായിട്ടുള്ള കാര്യം കൂടിയാണ്. അതുപോലെ നമുക്ക് ഫാസ്റ്റർ റീക്കവറി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്ന ആളുകൾ അവർക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റം കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു യുദ്ധത്തിന് പോകാൻ നിങ്ങളുടെ ആർമീസൊക്കെ വളരെ ഡിസോർഡേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ആ യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെ ഡിസോർഡറായി നിർത്തി കഴിഞ്ഞാൽ, അങ്ങനെ ഡിസോർഡർ ആവുന്നത് നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ, കൃത്യമായി ഉറങ്ങാതെ നിൽക്കുന്ന സമയത്ത്, ഫിസിക്കലി ഇനാക്റ്റീവ് ആണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ആഹാരങ്ങൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഈ സമയത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കോശങ്ങളൊക്കെ വളരെയധികം ഡിസോർഡേർഡായി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, നമുക്ക് കൃത്യമായി ആ ഒരു ഇൻഫെക്ഷനെ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഓർഡേർഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ ഫാസ്റ്ററായ റിക്കവറിക്ക് സഹായിക്കും. അതുപോലെ നമുക്ക് കോൾഡ്, പനിയൊക്കെ വരുന്നതിൻ്റെ സാധ്യതകൾ, ഈ ഫ്രീക്വൻസി കുറക്കാനും ഇത് ഹെൽപ്ഫുള്ളാണെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, നമ്മുടെ ടോട്ടൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റായി പോകുമെന്നും അത് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അസുഖങ്ങളെ നമുക്ക് ക്വിക്കായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊന്നല്ല. നമുക്ക് എവിടേക്കാണ് സപ്പോർട്ട് ആവശ്യമുള്ളത് അവിടെ സപ്പോർട്ടിന് വേണ്ടി കൃത്യമായിട്ടുള്ള ചികിത്സകൾ തന്നെ അവിടെ ആവശ്യമാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, പ്രത്യേകിച്ചും നമുക്ക് ആവശ്യത്തിനുള്ള ലെവലിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മിനറൽസും അതുപോലെ വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും റൈസിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ, എപ്പോഴും റൈസിൻ്റെ കൂടെ തന്നെ പച്ചക്കറി മാത്രം ആഡ് ചെയ്യാതെ, നമുക്ക് നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക, നല്ല ഓയിലുകൾ ഉൾപ്പെടുത്താൻ നോക്കുക. പ്രത്യേകിച്ചും ഒമേഗ-3 ഫാറ്റി ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിലൂടെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട്സുകളും വെജിറ്റബിളുകളും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ഉള്ള ബാലൻസ്ഡ് ആഹാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 to 9 hours സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡറേറ്റ് എക്സസൈസുകൾ, അതായത് എക്സ്ട്രീം എക്സസൈസ് ചെയ്യാതെ മാക്സിമം ഒരു 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ റേഞ്ച് വരുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് പാറ്റേണുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ട്രെസ്സ് മാനേജ്മെൻറ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെൻ്റൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് റിലാക്സേഷൻ ടെക്നിക്കുകളും അതുപോലെ പലതരത്തിലുള്ള നമ്മുടെ വർക്ക് ലോഡുകളെ കൃത്യമായ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റ് കൃത്യമായി ചെയ്യാൻ പറ്റും. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതും ഒറ്റയടിക്ക് വെള്ളം കുടിക്കാതെ ഇടവേളകളിൽ മണിക്കൂറുകളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ശരീരത്തിന് ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള ഒരു ജീവിതശൈലി ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒപ്റ്റിമൈസ് ചെയ്യാനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലതരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഇൻഫെക്ഷൻ ആയാൽ പോലും പെട്ടെന്ന് അതിൽ നിന്ന് റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിൽ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള പല ഇൻഫർമേഷൻസുകൾ നിങ്ങൾ അതിൽ വീഴാതിരിക്കുക. തെറ്റായ തരത്തിലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മിനറൽസും വൈറ്റമിൻസും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മെഡിക്കൽ അഡ്വൈസും ഇല്ലാത്ത രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വരാൻ. അതുവരേക്കും ഗുഡ് ബൈ.